റിസ്കുകളോടാണ് ആബ്സല്യൂട്ട്ലി റിസ്ക് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ രണ്ടാമത്തത് കേട്ടില്ല എന്താ പറഞ്ഞു. ആ പാട്ട് നിന്ന് പോയിട്ട് ഞാൻ തന്നെ പാടിയത് ഡാൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അല്ല, ഞാൻ 60 വയസ്സ് സെലക്ട് ചെയ്യും. ഐ ഹാവ് ഓൾമോസ്റ്റ് 50+ സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ്സസ്. പിന്നെ പറയുന്നതിനെക്കാട്ടിലും എൻ്റെ റിസൾട്ട്സിലൂടെ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ടാലൻറ്റിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ സെൽഫായിട്ട് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്നുള്ളൊരു തോട്ടിലേക്ക് വന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു റാപ്പിഡ് ഫയർ എക്സ്പെക്ട് ചെയ്തില്ല. പുലി, കടുവ. ശരിക്കും ആ ക്വസ്റ്റ്യൻ തന്നെ അക്ഷര അനീഷ്. വെൽക്കം. 60 ഇയേഴ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഡാൻസ്. നൗ ഷീ ക്യാൻ ഡു 10+ ജംപ്സ് ഇൻ ഒരു മണ്ഡലം. ഇതൊരു റാങ്ക് ഹോൾഡർക്ക് പറ്റിയ ക്വസ്റ്റ്യൻ. എന്നെ നാണക്കെടുത്തരുത്. നമ്മുടെ ഇനോഗ്രേഷൻ ടൈമില് മോള് കരഞ്ഞ സമയത്ത് മോളെ എടുത്തുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയസിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്ന ഒരു ഡാൻസർ ലൈഫ്, ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ട്യൂട്ടർ ലൈഫ്, അതുപോലെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെ ഇതിന്റെ ഒരു ബാലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശരിക്കും പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആയി പോകും, അതാണ് സത്യം. പക്ഷെ എന്നാലും ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ രുക്കു ഇപ്പം 2.5 years ആയി. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമാണ്. ലൈക്ക് എപ്പോഴും അവള് ഭയങ്കര എൻ്റെ അടുത്ത് എന്തോ എന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അവൾക്ക് ആ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ അവളെങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവളെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അതെ, എനിക്കത് ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇന്നോഗ്രേഷൻ ടൈമിൽ. അതെ അതെ, മോള് കരഞ്ഞ സമയത്ത് മോളെ എടുത്തുകൊണ്ടാണ് ഡാൻസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് മോൾ അത്രയും അറ്റാച്ച്ഡ് ആണെന്ന് നമുക്ക് അതിന് മനസ്സിലാവും. അപ്പൊ അതെങ്ങനെയാ മോനെ വെച്ചുകൊണ്ട് ഡെയിലി ലൈഫില് ഡാൻസസും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതിന് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടോ, അതോ മാനേജ് ചെയ്ത് പോകുന്നു എങ്ങനെയെങ്കിലും ഒക്കെ? ഹസ്ബൻഡും ഞാനും മാത്രമാണ് ഇപ്പൊ അവളെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പം പാരൻസിന്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അവള് ബേബി ആയിരിക്കുന്ന സമയം തൊട്ടേ നമ്മൾ തന്നെയാണ് അവളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കും നമ്മുടെ കുട്ടി ഇങ്ങനെയൊക്കെ വേണം, ഇങ്ങനെ വരണം. ലൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി അവൾക്ക് ഷുഗർ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 2 years വരെയും ഷുഗർ ഇല്ല, ജങ്ക് ഫുഡ് ഇല്ല, അങ്ങനത്തെ ഒന്നും ചെയ്യാതെ പൊന്നുപോലെ നമ്മളിങ്ങനെ കാത്തു കൊണ്ടുവരും. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ റെഫർ ചെയ്യും, ഈ പ്രായത്തിൽ കുട്ടിക്ക് എന്താ വേണ്ടേ, അങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ബേബിയും കൂടെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. പിന്നെ ഹസ്ബൻഡ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബിജോ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് കൂടെയാണ്. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് അല്ല, മോസ്റ്റ്ലി എനിക്ക് ഒറ്റയ്ക്ക് തന്നെ അവളെ മാനേജ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. പല കൊറിയോഗ്രഫീസും ഞാൻ അവളെ കയ്യിലെടുത്ത് പിടിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല ക്ലാസ്സസും ഈവൻ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ തട്ടുവടി എടുത്ത് തള്ളി താഴെ ഇടുക, ഐപാഡ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അവള് തള്ളി താഴെ ഇടുക. പക്ഷെ പേഷ്യൻസ് ഞാൻ കുറെ പഠിച്ചു കേട്ടോ അവള് വന്നതിന് ശേഷം. പല ആൾക്കാരും ചോദിക്കും എങ്ങനെ ഇത്രയും പേഷ്യന്റ് ആയിട്ട് നീ ഇത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ടയറിങ്, ലൈക്ക് ഡൂയിങ് ഓൾ ദ ഹൗസ് ഹോൾഡ് ചോർസ് ആൻഡ് ഇവളെ ബാലൻസ് ചെയ്യുക. പിന്നെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതെടുക്കുക. സ്ട്രെസ്സാണ് കംപ്ലീറ്റ്ലി, നല്ല സ്ട്രെസ് വരുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് അവളുടെ കൂടെ ഇരുന്ന് നമ്മൾ കിട്ടുന്ന ഒരു, പക്ഷെ അങ്ങനത്തെ ഒരു ടൈം കുറവാണ്. ക്വാളിറ്റി ടൈം ശരിക്കും കിട്ടുന്നില്ല. എന്നാൽ പോലും ഇപ്പൊ സ്റ്റുഡിയോ കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം നല്ല ബുദ്ധിമുട്ടാ. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുപോലെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് 9th month പോലും, പ്രഗ്നൻസിയുടെ 9th month പോലും ഡാൻസ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന സ്ഥലത്താണ് 9th month പോലും അത് വെച്ചിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നതും ക്ലാസ്സസ് റൺ ചെയ്തുകൊണ്ടിരുന്നതും. അതിനെ കുറിച്ച് എന്താ പറയാനില്ല? എന്റെ ഡാൻസ് റീൽ കണ്ടു 9ാം മാസത്തിൽ നിറവയറോടെ ഡാൻസ് ചെയ്യുന്നു. അതായിരിക്കും എന്റെ അമ്മ പോലും പറഞ്ഞു ഈ ഇത്രയും വയർ വെച്ചിട്ട് നീ ഡാൻസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് അമ്മയ്ക്ക് നമ്മുടെ അമ്മമാരാകുമ്പോ അവർക്ക് കാണുമ്പോ ഒരു പേടി വരുമല്ലോ. അതെ, ഇനിയിപ്പോ ക്ലാസ് ഒക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, ലൈക്ക് ഡെലിവറി ആവാറായി എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹെൽപ്പിന് ലാസ്റ്റ് ടൈമിൽ ഒരാളെ വെച്ചു. പക്ഷെ എന്നാൽ പോലും ഞാൻ ആ ഡാൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നു. ഫസ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഞാൻ ഡാൻസ് ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്, തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം എൻ്റെ ഗൈനക് ഡോക്ടറിനോട് ഞാൻ ചോദിച്ചിരുന്നു ഇത് ഓക്കെ ആണോ, നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ?
പുള്ളിക്കാരത്തി ഒരു ഡാൻസർ ആയിരുന്നു. അപ്പോ മാം എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഡാൻസ് ചെയ്തോ, എന്താ ഇപ്പൊ പ്രശ്നം, ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ട, ഡാൻസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫുൾ ഓണായി, മോട്ടിവേറ്റഡ് ആയി. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പം ക്ലാസ്സസ് ഒക്കെ ഞാൻ തന്നെയായിരുന്നു എടുത്തിരുന്നത്. 9 മന്ത്സ് വരെയും ഞാൻ ഡാൻസ് ചെയ്തിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ കുറച്ച് യോഗ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് വെച്ച് എന്റെ ഡെലിവറി അത്ര സുഖമുള്ളതൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഇത്ര ആക്റ്റീവായിരുന്ന കണ്ടിട്ടും എന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു, ആ ഇതിപ്പോ വേഗം പോയി പ്രസവിച്ചിട്ട് വരുമല്ലോ. ആ എന്നും ആക്റ്റീവാണ്, പോകുമ്പം ഹൗസ് ഷിഫ്റ്റിംഗ് വരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. സാധനങ്ങൾ എല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഞാനും ചെയ്തിരുന്നു 9 മന്ത്സിലൊക്കെ, 8-9 മന്ത്സിൽ. അപ്പൊ അത്രയും ഹെവി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡെലിവറി ടൈം. പക്ഷെ ഡെലിവറി എക്സ്പീരിയൻസ് വേഴ്സ്റ്റ് ആയിരുന്നു. രാവിലെ 6:30 ലേബർ റൂമിൽ കയറിയിട്ട് 2:17 ആയപ്പോഴാണ് രുക്കു വരുന്നത്. അത്രയും ടൈം ഞാൻ വേദന സഹിച്ചു നല്ല രീതിയിൽ. അതും സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേ ലേബർ റൂമിൽ കയറ്റിയിട്ട് മാമിനോട് ഞാൻ പറഞ്ഞു, മാം ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല, മേ ബി ഇന്ന് വരത്തില്ല, നമുക്ക് ഒരു ദിവസം കൂടെ നോക്കിയാലോ, ഒരു ദിവസത്തെ ടൈമും കൂടെ തരാമോ? അപ്പൊ പറഞ്ഞു ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ക്രിസ്മസ് ബേബിയാണ്, അവള് 23rd അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ അവധി അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഒരു ദിവസം ഞാൻ സമയം തരൂ, ഇന്ന് എന്തായാലും പ്രസവിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു, പക്ഷെ ഫൈനലി ഹാപ്പി ആയി. അപ്പൊ ഈ ഡാൻസ് എൻവയോൺമെന്റിൽ വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് എങ്ങനെയാ ഡാൻസ് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ? അത് ഉണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ അതുപോലെ കേട്ട്, ലൈക്ക് ധ്യാന ശ്ലോകമൊക്കെ ഒരു 1 ഇയർ ആയി അവള് വേഗം സംസാരിക്കാൻ തുടങ്ങി. 1 ഇയറിൽ തന്നെ ആവുന്നതിന് മുന്നേ 9-10 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവള് ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. അമ്മ അപ്പ ടാറ്റ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നീട് ഒരു 1 ഇയർ ഒക്കെ ആയപ്പോൾ അവള് ധ്യാന ശ്ലോകമൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും അത് പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല, അത് വേണ്ടാന്ന് തോന്നി. ഇപ്പൊ അവള് അത്യാവശ്യം കുഴപ്പമില്ലാതെ ലൈക്ക് കൂടെ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് വാമപ്സ് ഒക്കെ ചെയ്യും. ബട്ടർഫ്ലൈ എക്സസൈസ്, ഫോർവേഡ് ബെൻഡിങ്, അത് അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ കൊറിയോഗ്രാഫറും കൂടിയാണല്ലോ. അപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ്, അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പിന്നെ ഈവൻ സെലിബ്രിറ്റീസിന് വരെ കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കൊറിയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡൂയിങ് കൊറിയോഗ്രഫി. പക്ഷെ നമ്മുടെ ഒരു സിഗ്നേച്ചർ എന്താന്ന് കാണിക്കാൻ പറ്റിയൊരു അതെ ഏരിയ കൂടിയാണല്ലോ. അതെ, പക്ഷെ എല്ലാ ടൈമും ഇത് നമുക്ക് അത്ര സ്മൂത്ത് ആയിട്ട് വരില്ല. ചിലപ്പോൾ നമുക്ക് കൊറിയോഗ്രഫി ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രഷറൊക്കെ കിട്ടാറുണ്ട്. ലൈക്ക് ഇത്ര ഡേയ്സിനുള്ളിൽ തീർത്തു കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് എക്സ്റ്റേണലി നമുക്കൊരു ഇത് വരും. അപ്പോൾ ആ സമയത്ത് അത്രയും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ നല്ല കാമായിട്ട് നല്ലൊരു എന്താ ഒന്ന് ഫീൽ ചെയ്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ ആ രീതിയിൽ ചെയ്യുമ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. എനിക്ക് അതുകൊണ്ട് കൊറിയോഗ്രഫി ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ലൊരു എൻവയോൺമെന്റും, അല്ലെങ്കിൽ അങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പം എനിക്ക് എൻ്റെ സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. റീസെന്റ് ഞാൻ ചെയ്തത് വണ്ണത്താമര എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സെമി ക്ലാസിക്കൽ ഒരു കൊറിയോഗ്രഫി. അത് പക്ഷെ കുറെ പേർക്ക് ഇഷ്ടമായിട്ട് അവര് ചോദിച്ചു വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ സെയിം കൊറിയോ 4ാമത്തെ ആൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറച്ച് ഹിറ്റായി, ഡിമാൻഡിങ് ആണ്. ലൈക്ക് അത് ഞാൻ ലൈക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല, അത്ര ഇതായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ അടുത്തറിയുന്ന ആൾക്കാർ തന്നെ കുറെ പേര് കണ്ടിഷ്ടപ്പെട്ടിട്ട് ആ കൊറിയോ ചോദിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ റീസൺ ആയിട്ടാണ് മോഡലിംഗിലേക്ക് ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്തത്. ഹസ്ബൻഡ് ഒരു ഫിറ്റ്നസ് ഫ്രീക്കും കൂടെയാണെന്ന് തോന്നുന്നു. അതെ. ആള് തന്നെയായിരിക്കും ആ ഒരു ഫീൽഡിലേക്ക് ആക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് റാമ്പ് വാക്കിന്റെ എക്സ്പീരിയൻസസും അതുപോലെ റീസെന്റ് ആയിട്ടുള്ള കുറെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു മോഡൽ രീതിയിൽ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? റീസെന്റ് ആയിട്ടല്ല, സത്യത്തിൽ ഞാൻ ഇതിന് മുന്നേ ഒരു റാമ്പ് വാക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മലയാളി മംഗ കോമ്പറ്റീഷൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഞാൻ അപ്പോഴും അവിടെ കളഞ്ഞു. ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും തിങ്ക് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ അത് ആഫ്റ്റർ ഡെലിവറിയാണ്. അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് തന്നെയാണ്. ആള് ഫിറ്റ്നസ് ട്രെയിനറും കൂടെയാണ്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ഫിറ്റ്നസ് ചെയ്യുന്നത്. അറിയാലോ, ആഫ്റ്റർ ഡെലിവറി നമുക്ക്
ഫാറ്റ് ഗെയിനിങ്ങും അങ്ങനെയൊക്കെ കുറെ ബോഡി ഹെൽത്ത് ലൈക്ക് ബോഡി നമ്മുടെ കുറച്ചുകൂടി weak ആ, ആവും. അല്ല ബോഡി വീക്ക് ആവും, പിന്നെ ബോഡി വെയിറ്റ് അതെ, ഗെയിൻ gain ചെയ്തു, ചെയ്യാൻ. അങ്ങനെയൊക്കെ ആകെ നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം തോന്നാത്തൊരു ഫീലിലേക്ക് നമ്മൾ വരും. അപ്പം ഞാനും അതെ, അത്യാവശ്യം വണ്ണമൊക്കെ വെച്ച് വയറൊക്കെ നന്നായിട്ട് ചാടി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ ഒരു ടൈമിലാണ് ഫിറ്റ്നസ്സിലേക്ക് വീണ്ടും, നേരത്തെ ചെയ്തിരുന്നു, പിന്നെ വീണ്ടും ഇറങ്ങിയത് എൻ്റെ ഒരു ഡെലിവറി ടൈം ഒക്കെ ആയപ്പോഴാണ് ജിമ്മിൽ റെഗുലർ ആയിട്ടൊക്കെ പോകാൻ തുടങ്ങിയത്. പുള്ളിക്കാരൻ ഒരു 3 months കൊണ്ട് ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പുള്ളിക്കാരൻ്റെ, ഹസ്ബൻഡിന്റെ. അപ്പം അതിൽ ഞാൻ ഇംപ്രസ്ഡ് ആയി. എന്നാ പിന്നെ കൊള്ളാൻ്റെ, വീട്ടിൽ തന്നെ ആളില്ലേ, ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്. അപ്പൊ എന്നെ ജിമ്മിൽ ജോയിൻ ചെയ്യിച്ചു, എന്നെ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ എൻ്റെ ഫാറ്റ് എല്ലാം റെഡ്യൂസ് ആയി, എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാ പിന്നെ ഒന്ന് മോഡലിംഗ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. Pageants-ലേക്കൊക്കെ clear ചെയ്യാം. ഒന്ന് റാമ്പില് മെയിൻ, അന്ന് കോളേജിൽ ചെയ്ത പോലെ അല്ലല്ലോ, പെജന്റ് ചെയ്തില്ല കേട്ടോ, പെജന്റ് അല്ല, ഒരു റാമ്പിൽ ഒന്ന് ഇറങ്ങണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. പിന്നീട് കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അത് നമുക്ക് റെഗുലർ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നാട്യാക്ഷരിയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് സൈഡായിട്ട് എപ്പോഴെങ്കിലും ഫോട്ടോഷൂട്ട്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യും. ശരി, അപ്പൊ നമ്മുടെ സെക്ഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നു, കുറെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു എൻഡിലേക്ക് എത്തുകയാണ്. ഇനി ഒരു എന്റർടൈൻമെന്റ് സിലേറ്റാണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ടെൻഷനൊക്കെ റിലീസ് ആയിട്ട്, പക്ഷെ ചിലപ്പോ ഇതിനായിരിക്കും ടെൻഷൻ കൂടുതൽ. ആണോ? ഇല്ല, ഞാൻ ഇപ്പോഴാണെന്ന് റിലാക്സ്ഡ് ആയത്. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് ടെൻഷൻ എടുപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് തുടങ്ങാം. അപ്പോ വി ആർ മൂവിങ് ഓൺ ടു അവർ എന്റർടൈൻമെന്റ് സെഗ്മെന്റ്, പാക്കപ്പ്. ഓക്കെ, അപ്പോ എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ. സമയമായില്ല. ഇപ്പൊ നമ്മള് പാക്കപ്പ് എന്നുള്ള സെഗ്മെന്റിലേക്കാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ റിയൽ പാക്കപ്പിന് മുന്നേ ഉള്ള ഒരു സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു റാപ്പിഡ് ഫയർ ആണ്. തീർത്തുവോ? അറിയില്ല. ഓക്കെ, സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് വേഗം തന്നെ ആൻസർ ചെയ്യണം. അതാണ് അതിലൊരു ചലഞ്ച്, വേറൊന്നുമില്ല. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ശരി, ഇതില് ദിസ് ഓർ ദാറ്റ് ഒരു ചോയ്സ് ആണ്. ഓക്കെ, ഇപ്പൊ അതായത് ഒരു 50 എനർജറ്റിക് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിനെ കൊറിയോഗ്രാഫി ചെയ്യാൻ കിട്ടുകയാണ്. അവരെ ചൂസ് ചെയ്യോ, അതോ വേറൊരു ഓപ്ഷൻ തരുന്നത് അധികം ഡാൻസിനെ കുറച്ച് സെൻസ് ഒന്നും ഇല്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ്, പക്ഷെ അത് ചെയ്താൽ ചിലപ്പോൾ വൈറലായിരിക്കും. അപ്പൊ അവരെ കൊറിയോഗ്രാഫി ചെയ്യുന്നതാണോ ചൂസ് ചെയ്യുക, അതോ ഈ സ്റ്റുഡൻസിന്റെ കൊറിയോഗ്രാഫി ആയിരിക്കും ചൂസ് ചെയ്യുക? ഞാൻ ചൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ആയിരിക്കും. അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല, പക്ഷെ ഡാൻസ് അധികം അറിയില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. കാരണം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് ഇഷ്ടം. റിസ്കുകളാണ് റിസ്ക് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പൊ സപ്പോസ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാണ്, സൗണ്ട് സിസ്റ്റം പെട്ടെന്ന് ഫെയിൽ ആയിപ്പോയി, ഇതാണ് ഒരു സിറ്റുവേഷൻ. അതായിരിക്കും കുറച്ചുകൂടി ഓക്കെ, അതോ ഒരു ഡാൻസ് റീൽ 1 million ഹിറ്റ് ചെയ്തിട്ട് അതിന്റെ ഓഡിയോ കാരണം, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അത് ഡൗൺ ആയി, ഏതായിരിക്കും, ഏത് സിറ്റുവേഷൻ ആയിരിക്കും ചൂസ് ചെയ്യാൻ? സത്യം പറഞ്ഞ ഫസ്റ്റ് വൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടാമത്തത് കേട്ടില്ല എന്താ പറഞ്ഞു. കാരണം ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാ, ആ പാട്ട് നിന്ന് പോയിട്ട് ഞാൻ തന്നെ പാടിയത് ഡാൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ടേ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ചോയ്സ് എന്ന് പറയുന്നത്, ഒരു ഡയറക്ടർ ഫിലിമിലേക്ക് ഒരു ലീഡായിട്ട് തന്നെ വിളിക്കുകയാണ്. അപ്പോ പക്ഷെ അയാൾ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, 2 വർഷത്തേക്ക് ഡാൻസ് ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കണം. അത് ചൂസ് ചെയ്യോ, അതോ ഡാൻസസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യോ? ചൂസ് ചെയ്തേക്കാം. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ടിന് എന്നെ പോലെ ടീച്ച് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കും. ഓ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ 2 വർഷത്തേക്ക്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, 4 വയസ്സുള്ള പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു കുട്ടിയെ സെലക്ട് ചെയ്യോ, അതോ വളരെ പേഷ്യന്റ് ആയിട്ടുള്ള 60 വയസ്സുകാരെ സെലക്ട് ചെയ്യോ? ഏതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്? അല്ല, ഞാൻ 60 വയസ്സുകാരെ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത്, ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു കൊറിയോഗ്രാഫിയും മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൈസ തരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു NRI സ്റ്റുഡന്റും ഉണ്ട്. ആരെ ചൂസ് ചെയ്യും? ഇപ്രാവശ്യം ഞാൻ NRI സ്റ്റുഡന്റിനെ ചൂസ് ചെയ്യും. സാമ്പത്തിക മാന്യമുണ്ട്.
ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്തത് ഒരു ലൈവ് പെർഫോമൻസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മണിക്കൂർ ഒരു അമ്പലത്തിൽ പെർഫോം ചെയ്യേണ്ടി വരികയാണ്. അത് ചൂസ് ചെയ്യോ അതോ 30 സെക്കൻഡ് കൊണ്ട് തീരുന്ന ബ്യൂട്ടി പേജന്റിന്റെ ഒരു റാമ്പ് വാക്ക് ചൂസ് ചെയ്യോ? റാമ്പ് വാക്ക് എന്തായാലും ഞാൻ ചൂസ് ചെയ്യത്തില്ല. അതിന് ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പൊ സ്റ്റേജിൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് Yes. ഓക്കെ. അപ്പൊ റാപ്പിഡ് ഫയർ ഇങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു റാപ്പിഡ് ഫയർ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഓണമല്ലേ, അപ്പൊ ഓണത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ? അയ്യോ പെട്ട്. ശരി, അപ്പൊ ഓണത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ മഹാവിഷ്ണു എടുത്ത അവതാരത്തിന്റെ പേര്? വാമനാവതാരം. കറക്റ്റ്. ഓണത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ നടക്കുന്ന പ്രശസ്തമായ കടുവകളി അല്ലെങ്കിൽ പുലികളിയിൽ കടുവകളുടെ വയറ്റിൽ വരയ്ക്കുന്ന ആ പ്രധാന രൂപം ഏത് മൃഗത്തിന്റേതാണ്? പുലിയുടെ അല്ലേ? ക്വസ്റ്റ്യൻ കേട്ട് കടുവ. പുലി. പുലി കടുവ. ഏതെങ്കിലും ഉറപ്പിക്കും. പുലി അല്ല കടുവ. ശരിക്കും ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഓ, കടുവ കളി അല്ലെങ്കിൽ പുലി കളി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഏതായിരിക്കും? ഇതിപ്പോ രണ്ടും ഞാൻ പറയാം, പുലി അല്ലെങ്കിൽ കടുവ. പുലി പുലികളി. പുലി പുലി. ഓക്കെ. ഇനി ഓണസദ്യയിൽ വിളമ്പുന്ന കറികളിൽ വെച്ച് ഏറ്റവും മധുരമുള്ള നേന്ത്രപ്പഴവും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന കറിയുടെ പേരെന്താണ്? കൂട്ടുകറി. അല്ല, കൂട്ടുകറി അല്ല, അത് എരിവല്ലേ? അതെ. മധുരം. ഞാൻ ഈ കറി കഴിച്ചിട്ടില്ല. മധുരക്കറി. മധുരക്കറി. എത്ര എളുപ്പമാണ് എന്റെ പേര്. അത്ര ഉള്ളായിരുന്നു. ഓക്കെ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളിൽ ആദ്യത്തെ ദിവസമായ അത്തംനാളിൽ ഏറ്റവും പ്രശസ്തമായ ഘോഷയാത്ര നടക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? അത്തച്ചമയം അല്ലേ? എവിടെ? തൃപ്പൂണിത്തുറ. ശരി. ഓണപ്പൂക്കളത്തിൽ 10ാം ദിവസമായ തിരുവോണ നാളിൽ മാത്രം മധ്യത്തിലായി മണ്ണ് കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രതിഷ്ഠയുടെ പേരെന്താണ്? തൃക്കാക്കര ഓണത്തപ്പൻ. ഓക്കെ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പ്രശസ്തമായ ആ വലിയ വള്ളങ്ങളെ പൊതുവായി പറയുന്ന പേര്? അതെനിക്കറിയത്തില്ല. ആറന്മുള വള്ളംകളി. വള്ളത്തിന്റെ പേര്? വള്ളത്തിന്റെ പേരോ? പള്ളിയോണം. എന്തായിരുന്നു? പള്ളിയോണം. അയ്യോ, അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്തത് ഇതൊരു റാങ്ക് ഹോൾഡർക്ക് പറ്റിയ ക്വസ്റ്റ്യൻ. എന്നെ നാണക്കെടുത്തരുത്. പറയാ അത് വേണേ സ്കിപ്പ് ചെയ്യാം. ശരി, അപ്പൊ കുറച്ച് ക്ലൂസ് തരും. ഈ ഡാൻസർ ആരാന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ്, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കുറെ നൃത്തരൂപങ്ങൾ കരണാസ് കാണുമല്ലോ. അപ്പൊ അതിന് പിന്നിലുള്ള ബുദ്ധി ഇയാളുടേതാണ്. അതിൽ പിന്നിലുള്ള ബുദ്ധി? ഇയാളുടെ പേരിന് താമരയുമായിട്ട് സാമ്യമുണ്ട്. പത്മ സുബ്രഹ്മണ്യം. കറക്റ്റ്. ഫുൾ കേട്ടില്ലേ? ഇനി അടുത്തത്, അഹമ്മദാബാദിൽ പ്രശസ്തമായ ദർപ്പണ അക്കാദമി സ്ഥാപിച്ച വ്യക്തി? രവീന്ദ്രനാഥ് ടാഗോർ. അല്ല, എന്റെ ഡാൻസറാണ്. ആളുടെ ഹസ്ബൻഡ് ഒരു സയന്റിസ്റ്റ് ആണ്. ഞാൻ ഇതൊക്കെ പഠിച്ചായിരുന്നടാ, പക്ഷെ മറന്നു. നീ ഉത്തരം പറഞ്ഞ, അല്ലെങ്കിൽ എന്നെ നാട്ടുകാരെ ഓടിച്ചിട്ട് തല്ലും. ആളുടെ മകളുടെ പേര് മല്ലിക എന്നാണ്. മല്ലിക സാരാഭായി. മല്ലിക സാരാഭായും വിക്രം സാരാഭായിയുടെ വൈഫ്. ആളുടെ പേര് മാത്രം പറഞ്ഞില്ല. മല്ലിക സാരാഭായി. ഷോ മറന്നു പോയതാ ശരിക്കും. മൃണാളിനി സാരാഭായി. ഞാൻ ഒന്നുകൂടെ നീ ചോദിക്കാം. ഞാൻ ഇതൊന്നും ഇട്ടേക്കല്ലേ. അടുത്തത് സിനിമാ നടിയാണ്. അതുപോലെ ചെന്നൈയില് കലാരഞ്ജനി എന്നൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. സിനിമാ നടി അറിയില്ല. ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നടിയാണ്. ശോഭന. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? നമുക്കിനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഉള്ള ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. ഒരു ഡാൻസർ ആയതുകൊണ്ട് എന്നാലും ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം. ഓക്കെ, ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. സാധനങ്ങള് എന്താന്ന് വെച്ചാ പാട്ട്. ഈ പാട്ടല്ലേ കൊണ്ട് പറയുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക്. ശ്രമിക്കാം. ശരി, എടുത്തോ. ഒരെണ്ണം എടുക്കണം അല്ലേ? തരണം നോക്കട്ടെ.
ഓക്കെ 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 ചെയ്യിക്കാം. ടൈമിംഗ് ഉണ്ടോ? ടൈം 60 സെക്കൻഡ് ടൈമർ വെക്കാം. ഓക്കെ പറയണം കേട്ടോ കറക്റ്റ് ആയിട്ട്. ഓക്കെ തിരുവാതിര, ആ ആകാശം, ഉറങ്ങി. തിരുവാതിര, ആകാശം ഉറങ്ങിയോ? വാ. തിരുവാതിര, ആ ഓക്കെ ഞാൻ ബാക്കി ചെയ്യിപ്പിക്കാം. തിരുവാതിര, ആകാശം, ഉറക്കം. ഉറക്കത്തില് ആരാ? നീ മനഃപൂർവ്വം പറയാത്തതാണോ എനിക്ക് ഡൗട്ട്. ഓക്കെ ഉറങ്ങി. ആകാശം, രാത്രി, തിരുവാതിരക്ക് ആകാശം, തിരുവാതിര, ആകാശം, ഉറങ്ങി. ഓക്കെ നെക്സ്റ്റ് ലൈൻ. ഹൃദയം, മനസ്സ്. മനസ്സിന്റെ പൂവോ? ചന്ദ്രൻ, നിലാവ്. മനസ്സ്, നിലാവ്, തിരുവാതിര, തിരുവാവണിരാവ്. ഓക്കെ നെക്സ്റ്റ്. ഇനിയുണ്ട്. ഒന്ന്, രാജാവ്, കുതിര. ഒന്ന്, ഒന്ന്, വരൂ, അഴകേ, കണ്ണേ, കണ്ണ്, കണ്ണ്, ഒന്ന്, കഥക്, വാതിൽ, വാതിൽ പഴുതിലൂടെ, ചതുരം, കഥക്, ചതുരത്തിനുള്ളില് കഥ അടച്ചു, വാതിലിന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. വാതില്, കൈ, കൈ കോർത്ത്, ഞാൻ ടൈം അപ്പ്. പറഞ്ഞു ഏതാ? നീ പറ. എനിക്കറിയില്ല. ഒരു മുறை വന്ന് പാർത്തായ. എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. ശരി എനിക്കൊന്നും പറയാനില്ല. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ സെഗ്മെന്റ് ഏകദേശം നമ്മുടെ എൻഡിലേക്ക് എത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ഗെയിംസും എല്ലാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഒരു സെഗ്മെന്റ് എൻഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഓണം സീസൺ ആണ്. അതുപോലെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ആസ്പയറിംഗ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട്. ഇവരോടൊക്കെ ഒരു ഫൈനൽ നോട്ട് എന്നുള്ള രീതിയിൽ എന്താ പറയാ? ഡാൻസിനെ പറ്റിയോ? അല്ല, എല്ലാവർക്കും ഓണം, എൻ്റെ ഒരു നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും അവരവരുടെ ഫീൽഡിൽ നന്നായി വരാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നാട്യേശ്വരി നല്ലൊരു നിലയിലേക്ക് ഉയർന്നു വരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഒരു സ്പെഷ്യൽ ഓണം എപ്പിസോഡിലേക്ക് നാട്യാക്ഷരി അതുപോലെ തന്നെ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ചേച്ചി കൊണ്ടുവരാൻ പറ്റിയതിലും എല്ലാവരുടെ മുന്നിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിലും ഇനിയും ഒരുപാട് സ്റ്റേജുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിലേക്കും ഈ നമ്പർ 50 എന്നതിൽ നിന്നും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ മുന്നോട്ട് പോകട്ടെ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും പാഷൻ കൈവിടാതെ മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു ഹാപ്പി ഓണം. പോകുന്നതിന് മുൻപ് നമ്മുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം ഉണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കോ സ്പോൺസർ ആയിട്ടുള്ള ഫോറസ്റ്റ് പോസ്റ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്ഥിരം സ്പോൺസർ ആണ്. അതോടൊപ്പം തന്നെ കാട്ടിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ഡയറക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്ന അത്രയും വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് ഇതിലുള്ളതും ഇവരുടെ മറ്റു പ്രൊഡക്ട്സും. തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മറ്റു പ്രൊഡക്ട്സും
കയറി വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഒരു ഓണ സമ്മാനമായിട്ട് ഇരുന്നോട്ടെ. താങ്ക്സ് ടു ഫോറസ്റ്റ് ബോക്സ്. ഇനി നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരാതിരുന്നാൽ മോശമല്ലേ? അപ്പോൾ ഇത് ചേച്ചിക്കും നാട്യാക്ഷരിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. താങ്ക് യു. ഓക്കെ, ഇനി ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ. വീണ്ടും ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. സന്തോഷായി. അപ്പോൾ ഇനി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റേജുകളും ഒരുപാട് അവസരങ്ങളും ഒക്കെ തേടിയെത്തട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. ആൻഡ് ഇനി മറ്റ് അവസരങ്ങളിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ജേർണി റീയുണൈറ്റ് ചെയ്യട്ടെ എന്ന് കൂടി ആഗ്രഹിക്കാം, അല്ലേ? സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഹിഡൻ ടാലൻസും അതുപോലെ തന്നെ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും സ്പോട്ട്ലൈറ്റിൽ മടങ്ങിയെത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി കിലസ്ബ ഹബിന്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസ അറിയിക്കുന്നു. എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഈ ഓണക്കാലം സമ്മാനിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്പോട്ട്ലൈറ്റിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദിസ് ഈസ് ഉർവശി സൈനിങ് ഓഫ് ഫ്രം നാട്യാക്ഷരി Spotlight, co-powered by Forest Post.